എന്നെ കരുതും എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഒന്നാമത്തെ പുനരുത്ഥാനം ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിൽ ശരണം പ്രാപിച്ച് വീണ്ടും ജന്മം അനുഭവിച്ച് മാനസാന്തരം അനുഭവിച്ച് വാങ്ങിപ്പോയവരുടെ പുനരുത്ഥാനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോഴാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ 3 കാര്യങ്ങൾ നടക്കുമെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. 1, കർത്താവിൻ്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം. 3, ദൈവത്തിൻ്റെ കാഹളം. കർത്താവിൻ്റെ ഗംഭീരനാദം അത് കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ, പരസ്യ ശുശ്രൂഷ വേളയിൽ ലാസറിൻ്റെ കല്ലറയുടെ മുഖത്ത് മുഴങ്ങിയ ശബ്ദമാണ്. മരിച്ചു കിടക്കുന്ന ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശബ്ദം കർത്താവ് തൻ ഗംഭീരനാദത്തോടും, മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചതായ ശബ്ദം, മരിച്ച് കല്ലറയിൽ വെച്ച് 4 ദിവസമായി ദുർഗന്ധം വമിച്ചു തുടങ്ങിയ ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസറെ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചതായ ശബ്ദം, കല്ലറയ്ക്കകത്ത് മുഴങ്ങിയതായ ശബ്ദം, മരണത്തിൻ്റെ പാതാളത്തിൽ നിന്ന് ലാസറിൻ്റെ ആത്മാവിനെ ഉയർപ്പിച്ചതായ ശബ്ദം, കർത്താവിൻ്റെ ഗംഭീരനാദം. പ്രധാന ദൂതൻ്റെ ശബ്ദമെന്ന് പറയുന്നത്, യൂദായുടെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ കാണാം, മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുന്നതായി നാം അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയുടെ ശരീരത്തെക്കുറിച്ച് മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ പിശാചിനോട് തർക്കിച്ച് വാദിച്ചതായി നാം യൂദായുടെ ലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മോശയുടെ ശരീരത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട് ദുഷ്ടനായ പൈശാചികൻ, ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേന അവകാശം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പൈശാചികനെ മാറ്റുവാൻ, ശാസിച്ചും ഭത്സിച്ചും വിധ്വംസിച്ചും മാറ്റുവാൻ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മീഖായേൽ അവിടെ കടന്നു വന്നു എന്നാണ് യൂദ എഴുതിയിരിക്കുന്നത്. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാച് വാദിച്ച് ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ മീഖായേൽ ദൂതൻ ഇറങ്ങി വന്ന്, പ്രധാന ദൂതനായ മീഖായേൽ വന്ന് ഒരു ദൂഷണവിധിയും ഉച്ചരിക്കാതെ ഇത്രമാത്രം പറഞ്ഞു, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് പൈശാചികനെ വിധ്വംസിച്ചകറ്റി. ആവർത്തന പുസ്തകത്തിൽ മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഈ സംഭവം പറയുന്നില്ല. പുതിയ നിയമത്തിൽ, ബൈബിളിൽ, യൂദായുടെ ലേഖനത്തിലാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. സ്നേഹിതരെ, നാം വായിക്കുന്നത് എന്താണ്? പ്രധാന ദൂതൻ്റെ ശബ്ദം മരിച്ച് മൺമറഞ്ഞു പോയ ദൈവത്തിൻ്റെ മക്കളെ അവകാശം പറയുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ മാലാഖ എഴുന്നള്ളി വന്ന് സംസാരിക്കുന്നതിനെ കാണിക്കുന്ന പ്രധാന ദൂതൻ്റെ ശബ്ദം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും. 3-ാമത്തേത് ദൈവത്തിൻ്റെ കാഹളം. സംഖ്യാപുസ്തകം
10-1 മുതൽ യഹോവൻ്റെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പുമണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. കർത്താവിൻ്റെ ഗംഭീരധ്വനി അതെന്തിനാണ്? 2 തരം കാഹളങ്ങൾ. ഒന്ന്, സഭയെ കൂട്ടുവാനുള്ള കാഹളം. സഭയെ സമാഗമന കൂടാരത്തിന് മുമ്പിലേക്ക്, ആലയത്തിലേക്ക്, ആരാധനാ സ്ഥലത്തേക്ക് ആനയിക്കുവാനുള്ള കാഹളം സുവിശേഷ വേലയെ കാണിക്കുന്നു. സുവിശേഷ വേലയെ സൂചിപ്പിക്കുന്നതാണ് ഈ 1-ാമത്തെ കാഹളം. സുവിശേഷ വേല മൂലം അനേകരെ ജീവൻ്റെ തിരുവചനം കേൾക്കുന്നു, വചനം കേട്ട് വീണ്ടും ജന്മം അനുഭവിക്കുന്നു, മാനസാന്തരം പ്രാപിച്ച് അനേകർ വീണ്ടും ജന്മം അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ സത്യ ആരാധകരായി മാറുന്നു. അങ്ങനെയുള്ളവരെ ഈ പാളയത്തെ പുറപ്പെടുവിക്കുവാൻ 2-ാമത്തെ കാഹളം ഗംഭീരധ്വനി ഊതണം. അതാണ് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കാഹളം ഊതുന്നു, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാഹളം ഊതി സഭയെ പുറപ്പെടുവിക്കുകയാണ്. സത്യ ആരാധനയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തവർ, വിശുദ്ധിയെ തികച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നവർ, ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കാത്തിരുന്ന ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവർ, അവർ പുറപ്പെടുവാൻ, നിത്യതയിലേക്ക് പറന്നുയരുവാൻ, നിത്യ രാജാധിരാജൻ്റെ തിരുസന്നിധിയിലേക്ക് മധ്യാകാശത്തിലേക്ക് പറന്നുയരുവാൻ അവരെ പുറപ്പെടുവിക്കുന്നതിനുള്ളതായ ഗംഭീരധ്വനി ഊതുന്ന കാഹളം. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, വളരെ മനോഹരമായ ഒരു രംഗത്തേക്ക് നാം വരികയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് ആനയിക്കുകയാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും, പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. വിശുദ്ധന്മാർ മാത്രം അത് തിരിച്ചറിയും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ, വീണ്ടും ജന്മം അനുഭവിച്ച ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട വിശുദ്ധന്മാർ, അവർ നിത്യതയിൽ വിശ്രമിക്കുന്നവർ, അവർ ഈ ശബ്ദം കേൾക്കും, തിരിച്ചറിയും. ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് രാജാധിരാജനെ എതിരേൽപ്പാൻ മേഘോന്നതങ്ങളിലേക്ക് കയറും. അതിനെക്കുറിച്ചാണ് പിതാക്കന്മാർ പാടിയത്. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷിതനായിടുന്നു. അപ്പോൾ നയവാന്മാർ, വിശുദ്ധന്മാർ മാത്രം തൻ യേശുക്രിസ്തുവിൻ്റെ മുൻ വരവിൻ്റെ മുൻപുള്ള കൊമ്പിൻനാദം, കാഹളനാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഈയലുകൾ ഉയരുന്നത് പോലെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. എല്ലാ കല്ലറകളും തുറക്കുകയില്ല, വിശുദ്ധന്മാരുടെ കല്ലറകൾ മാത്രം തുറക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് മാനസാന്തരം അനുഭവിച്ചവർ, ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ക്രിസ്തു ഹൃദയത്തിൽ വന്നവർ, ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് വീണ്ടും ജന്മം അനുഭവിച്ചവർ, അവർ മാത്രം കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അവർ മാത്രം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് പറന്നെത്തും. ആ മഹനീയമായ സദസ്സിൽ, ആ സ്വർഗീയോന്നത സദസ്സിൽ, അവിടെ വെച്ച് ഓരോ കാലങ്ങളിലായി കടന്നുപോയ വിശുദ്ധന്മാർ പരസ്പരം കൂടിക്കാണും. പരസ്പരം കാണുക മാത്രമല്ല, പരസ്പരം തിരിച്ചറിയും. അവരൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കും, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. മധ്യാകാശത്തിലെ ആ കൂടിവരവ്, ആ സ്വർഗീയമായ ശ്രേഷ്ഠമായ സമ്മേളനം, പരിശുദ്ധന്മാരുടെ ആ സംഘം, ആ വിശുദ്ധിയുടെ സംഘത്തിൽ ചേരുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം നിർഭാഗ്യകരമായിരിക്കും.
സുവിശേഷം പ്രസംഗിക്കാം, ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാം, ദൈവവേല ചെയ്യാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉറക്കളയ്ക്കാം, അതിനുവേണ്ടി പൈസ ചെലവ് ചെയ്യാം, സമയം വേർതിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതം വിശുദ്ധമായില്ലെങ്കിൽ, ഈ ലോകത്തിലെ കളങ്കം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു പ്രസാദിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ശൂന്യമായി പോകും, നിർഭാഗ്യകരമായി പോകും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സംശുദ്ധമായോ? യഥാർത്ഥമായ വിശുദ്ധി എനിക്ക് കൈമുതലായി തീർന്നോ? എൻ്റെ പാപങ്ങളോട് ഞാൻ യാത്ര പറഞ്ഞുവോ? ഇന്നും ലോക ഇമ്പങ്ങളിലേക്ക് എൻ്റെ ഹൃദയം താല്പര്യപൂർവ്വം കൊതിപൂണ്ട് കുതിക്കൊണ്ടിരിക്കുന്നുവോ? എൻ്റെ ഹൃദയത്തിൽ തിന്മയിലേക്കുള്ള വാഞ്ചകളുണ്ടോ? എൻ്റെ സ്വഭാവത്തിൽ മാലിന്യം ഇപ്പോഴും കലർന്നിരിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, ആരാധനയുണ്ട്, യോഗങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്, സുവിശേഷ പ്രസംഗങ്ങളുണ്ട്, സൺഡേ സ്കൂൾ ക്ലാസ്സുകളുണ്ട്, വനിതാ സമാജങ്ങളുണ്ട്, ആത്മീയ പ്രവർത്തന പദ്ധതികളുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം സംശുദ്ധമായോ? ഇല്ലെങ്കിൽ തീരാ നഷ്ടം. ഓർക്കുക, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ സമ്മേളിക്കുന്ന ആ പരിശുദ്ധമായ സദസ്സിൽ ചെന്നു ചേരുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാർ മാത്രമേ അതിൽ പങ്കുള്ളവരായി തീരുകയുള്ളൂ. നാം പല പ്രാവശ്യം അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു, പല കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. എൻ്റെ ജീവിതം നാളിതുവരെ കറ തീർന്നതായി മാറിയോ? ഒന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കറകൾ സംഭവിച്ചെങ്കിലും, എന്തെല്ലാം അശുദ്ധി സംഭവിച്ചെങ്കിലും, എന്തെല്ലാം തിന്മകൾ വന്നു പോയെങ്കിലും എല്ലാം കഴുകാൻ അതിനത്രേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ക്രൂസിന്മേൽ ചൊരിഞ്ഞത്. കുറ്റമില്ലാത്ത രക്തം, പാപമേശാത്ത ക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ക്രൂസിൽ ചൊരിഞ്ഞു. നമുക്ക് വേണ്ടി ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ നമ്മുടെ സകല പാപവും പോക്കി അവിടുന്ന് നമ്മെ കഴുകി വെണ്മയാക്കും. അറിഞ്ഞോ അറിയാതെയോ പലതും സംഭവിച്ചു. പണാഭരണങ്ങൾ നടന്നു, കൊള്ളരുതായ്മകൾ സംഭവിച്ചു, വിവാഹത്തിന് മുൻപുള്ള പ്രേമബന്ധങ്ങളും അശുദ്ധ ജീവിതങ്ങളും സംഭവിച്ചു പോയി, ശരീരത്തെയും മനസ്സിനെയും അശുദ്ധമാക്കിപ്പോയി, ജീവിതം മ്ലേച്ഛമായി പോയി, ചീത്ത കൂട്ടുകെട്ടിൽ മുഴുകിപ്പോയി, കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ ഇഴുകിപ്പോയി, ജീവിതം താറുമാറാക്കി കളഞ്ഞു. മദ്യപാനം, കഞ്ചാവ്, അതുപോലുള്ളതായ ദുശ്ശീലങ്ങൾ പലതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. എന്നും വീട്ടിൽ കലഹവും ബഹളവുമായിരുന്നു. മാതാപിതാക്കളെ അനുസരിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, മക്കളെ കരുതിയിട്ടില്ല, അവരെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഭർത്താവിനെ വിനയപ്പെട്ട് അനുസരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തില്ല, ഭാര്യയെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്തില്ല. കുടുംബം കലക്കിക്കൊണ്ടിരുന്നു. നാടിന് തീരാ ശാപമായിരുന്നു. പലർക്കും പേടി സ്വപ്നമായിരുന്നു. പലരെയും നടുക്കിയിരുന്നു, പലരെയും കിടുക്കിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൂലം അനേകർക്ക് വേദനയുണ്ടായി. നിങ്ങളുടെ സ്വഭാവം മൂലം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പലരെയും വേദന ഉള്ളവരാക്കി തീർത്തു. നിങ്ങളുടെ കോപ സ്വഭാവം, നിങ്ങളുടെ ക്രുദ്ധ സ്വഭാവം, നിങ്ങളുടെ അമർഷം, നിങ്ങളുടെ വൈരാഗ്യം, ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഈർഷ്യ, നിങ്ങളുടെ പരിഭവം, നിങ്ങളുടെ വിറുവിറുപ്പ്, നിങ്ങളുടെ വാശി, നിങ്ങളുടെ വൈരാഗ്യ സ്വഭാവം, നിങ്ങളുടെ പ്രതികാര ചിന്ത ഓർത്തു നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ ശരീരം കൊണ്ട് ആരെയും മുറിപ്പെടുത്തിയില്ലെങ്കിലും മനസ്സിൽ മുറിപ്പെടുത്തിയവരില്ലേ? ചിന്തിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയില്ലേ? മറ്റുള്ളവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയില്ലേ? നിങ്ങളുടെ വാക്കുകൾ ചിലരെ കുത്തി മുറിവേൽപ്പിച്ചില്ലേ? മുള്ളുവാക്കുകളും കുത്തുവാക്കുകളും പറഞ്ഞില്ലേ? അശുദ്ധ സംസാരത്തിൽ സമയം പോക്കിയില്ലേ? മ്ലേച്ഛതയിൽ ജീവിച്ചില്ലേ? ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ ഇന്നിതാ കരുണയുള്ള കർത്താവ് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ക്രിസ്തുവിനെ കഴിയും. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല തിന്മയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഞാനൊരു സംഭവം വായിച്ചു. ഒരു കൊലപ്പുള്ളി, അവൻ ജയിലിൽ കിടക്കുകയാണ്. അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പായി. അവന് ആഹാരം കൊണ്ടുവരുന്ന ആ ജയിൽ അധികൃതരോട് അവൻ തട്ടിക്കയറുകയും കോപിക്കുകയും ചീത്ത വാക്കുകൾ പറയുകയൊക്കെ ചെയ്യും. എപ്പോഴും നിരാശ.
എപ്പോഴും വൈരാഗ്യം, എപ്പോഴും ശണ്ഠ, ഒരിക്കലും നല്ല വാക്കുവാൻ നാവിൽ നിന്ന് വരില്ല. കാരണം മരിക്കാൻ പോവുകയല്ലേ, ഏതാനും ദിവസത്തിനകം മരിക്കുമല്ലോ, തൂക്കിക്കൊല്ലുമല്ലോ. വളരെ നിരാശനാണ്. ചെറുപ്രായമാണ്, പക്ഷേ അവൻ വളരെ നിരാശനാണ്. ഏതാനും ദൈവമക്കൾ അവനെ കാണാൻ ആ ജയിലിൽ ചെന്നു. അവർ ജയിലഴിക്ക് പുറത്തു നിന്നുകൊണ്ട് അവനോട് സംസാരിച്ചു. ഏതായാലും മരണം അടുത്തല്ലോ, നിൻ്റെ ജീവിതം നീ ക്രിസ്തുവിന് കൊടുക്കുന്നില്ലേ? ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ ചെയ്തികൾ ഓർത്ത് അനുഭവിക്കൂ, മാനസാന്തരപ്പെടൂ, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കൂ, പാവം ഏറ്റുപറയൂ. നിനക്ക് ക്രിസ്തു മോചനം തരും, ക്രിസ്തു നിനക്ക് മാപ്പ് തരും, ക്രിസ്തു നിൻ്റെ എല്ലാ പാവവും മാറ്റിത്തരും. ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കൂ. അവൻ അമർഷമായി, അവന് ദേഷ്യമായി, അവൻ അരിശം കൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് കേൾക്കേണ്ട നിങ്ങളുടെ വേദാന്തം, ഒന്ന് പോയേച്ചാൽ മതി. അവൻ എന്തെല്ലാമോ ചീത്ത വാക്കുകൾ പറഞ്ഞു. അവർ അവൻ്റെ നേരെ ഒരു ബൈബിൾ എടുത്ത് നീട്ടി കാണിച്ചു. ഇരുമ്പഴിയുടെ ഇടയിലൂടെ ആ ബൈബിൾ അകത്തേക്ക് നീട്ടിയപ്പോൾ അവനത് പിടിച്ചു വാങ്ങി കീറിപ്പറിച്ച് വലിച്ചെറിഞ്ഞു. കുറേ കടലാസ് കഷ്ണങ്ങൾ വെളിയിലും കുറച്ച് കടലാസ് കഷ്ണം മുറിക്കകത്ത്, ജയിൽ മുറിക്കകത്തുമായി ചിതറി തൂയിപ്പോയി. അവരൊരു നിമിഷം പ്രാർത്ഥനയോടെ ആ ദൈവമക്കൾ നിന്ന് അവന് വേണ്ടി ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ തിരികെ പോയി. ഞാൻ വായിച്ചത്, അന്ന് രാത്രി അവന് കുറേ നേരമായി സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല. എപ്പോഴോ അവനങ്ങ് മയങ്ങിപ്പോയി, എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എങ്ങനെയാണ്? അവൻ്റെ അമ്മ അവനെ മാടി വിളിക്കുന്നതായിട്ടാണ്. അവൻ നോക്കിയപ്പോൾ അമ്മ നിൽക്കുന്നത് വളരെ മനോഹരമായൊരു സ്ഥലത്താണ്, വളരെ നല്ല ശോഭായമാനമായൊരു സ്ഥലത്ത്, നല്ല പ്രകാശപൂർണമായൊരു സ്ഥലത്ത് അമ്മ നിൽക്കുകയാണ്. അവൻ അമ്മയെ നോക്കിയപ്പോൾ അമ്മ പുഞ്ചിരിയോടെ അവൻ മാടി വിളിക്കുന്നു, കൈകൊണ്ട് മാടി മാടി വിളിക്കുകയാണ്. അവൻ ഓർത്തു, എൻ്റെ അമ്മ, മരിച്ചുപോയ എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അമ്മ അപ്പോൾ സ്വർഗത്തിലാണല്ലേ. സ്വർഗം, അമ്മ എന്നോട് പറയാറുണ്ട് സ്വർഗത്തെക്കുറിച്ച്. നരകത്തിൽ പോവല്ലേ മോനെ എന്നൊക്കെ പറയാറുണ്ട്. അന്നൊക്കെ ഞാൻ അമ്മയെ കളിയാക്കി, ചിലപ്പോൾ അമ്മയെ പിരാഗി, ചിലപ്പോൾ അമ്മയോട് ധിക്കാരമായി സംസാരിച്ചു, ഒരിക്കലും ഞാൻ അമ്മയെ തല്ലുപോലും ചെയ്തു. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ സ്വർഗത്തിലാണല്ലോ. അവൻ ഓർത്തു, അമ്മ എന്നെ വിളിക്കുകയല്ലേ, പോകാം. ആ സ്വപ്നത്തിൽ തന്നെ അവൻ എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് കാണുന്നത്. സ്വപ്നം കാണുന്നത് അങ്ങനെയാണ്. കുറേ അങ്ങോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ഇതാ അവൻ്റെ മുൻപിൽ ഒരു മതിലിങ്ങനെ പൊങ്ങുന്നു. ഒരു മതിൽ, ആ മതിലിങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. അവൻ നോക്കിയപ്പോൾ ആ മതിലങ്ങ് പൊങ്ങി നിന്നു. അപ്പുറത്ത് പിന്നെ കാണാൻ വയ്യ, സ്വർഗം കാണാൻ വയ്യ, അമ്മയെ കാണാൻ വയ്യ. അയ്യോ കഷ്ടം, ഈ മതിൽ വന്നത് കുഴപ്പമായല്ലോ. ഈ മതിലില്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് ചെല്ലാമായിരുന്നു, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാമായിരുന്നു. എന്താണ് ഈ മതിൽ? അവൻ ആ മതിലിലേക്ക് അങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നെങ്ങാണ്ട് നിന്ന് ഒരു തുള്ളി രക്തം വന്ന് ഈ മതിലിൽ വന്ന് വീഴുന്നു. ഒരു തുള്ളി രക്തം. ആ രക്തം വീഴുന്നിടത്തെല്ലാം മതിലങ്ങോട്ട് അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. അല്പം കഴിഞ്ഞേ ഉള്ളൂ, പെട്ടെന്ന് ആ രക്തം, ഒരു തുള്ളി രക്തം കൊണ്ട് ആ മതിൽ മുഴുവൻ അങ്ങ് മാറി. എന്തൊരതിശയം, വലിയ സന്തോഷമായി. അവൻ വീണ്ടും നടക്കുന്നു, വീണ്ടും നടന്ന് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് സ്വപ്നം തീർന്നു, ഉറക്കം മാറി, കണ്ണു തുറന്നു. അവൻ ഓർത്തു, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം, എന്തായിരിക്കും? അവനൊന്നും മനസ്സിലാകുന്നില്ല. കുറേ നേരം അവൻ ചിന്തിച്ചു, വല്ല കാര്യമുണ്ടോ ഇതിനകത്ത്? എൻ്റെ അമ്മ സ്വർഗത്തിലാണ്, എന്നെ വിളിക്കുന്നു, പക്ഷേ ഒരു മതിൽ ഉയർന്നു, വലിയൊരു മതിൽ തടസ്സമായി. എങ്കിലും ഒരു തുള്ളി രക്തം വീണപ്പോൾ ആ മതിലങ്ങ് മാറുകയും ചെയ്തു. എനിക്ക് കടന്നു പോകാൻ വഴി തെളിഞ്ഞു. അവൻ ഓർത്തു, ആ ദൈവമക്കൾ വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാമായിരുന്നു, അവർ തന്ന ആ പുസ്തകം വായിച്ചോളാമായിരുന്നു. അവൻ ആ പുസ്തകത്തിൻ്റെ കടലാസുകൾ അവിടെ കിടക്കുന്നിടത്ത് ഇങ്ങനെ മറിച്ച് നോക്കാൻ തുടങ്ങി. എപ്പോഴോ ഒരു കടലാസിൽ അവൻ്റെ കണ്ണ് പതിഞ്ഞു. അതിലെഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. അത് കണ്ടപാടെ അവൻ അവിടെ മുട്ടുകുത്തി. അവൻ ആ വെറും തറയിൽ ആ കടലാസ് താഴെ വെച്ചിട്ട് അതിന്മേൽ ചുംബിച്ചുകൊണ്ട്, ആ കടലാസ് മൊത്തിക്കൊണ്ട് അവൻ അവിടെ കിടന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അവൻ കുറേ നേരം കരഞ്ഞതിന് ശേഷം എഴുന്നേറ്റു. അവൻ തനിയെ പറയുകയാണ്, ഇല്ല, ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും.
ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ ജയിൽ അധികൃതർ അവൻ ആഹാരവുമായി വന്നപ്പോൾ അവൻ പുഞ്ചിരിയോടെ അവരെ എതിരേറ്റു. തലേന്ന് വൈകുന്നേരം അവർ കണ്ട ആളല്ല. എന്തൊരു മാറ്റം, എന്തൊരു ശാന്തത, എന്തൊരു സ്നേഹം, എന്തൊരു സൗമ്യത, എന്തൊരു താഴ്മ. അവരത്ഭുതപ്പെട്ടു. എന്തു പറ്റി, നിനക്ക് എന്തു പറ്റി? ഇന്നലെ രാത്രി ഞാൻ ക്രിസ്തുവിൻ്റെ വചനത്തെ ഞാൻ കൈക്കൊണ്ടു. ഞാൻ ക്രിസ്തുവിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു. ഞാനൊരു പുതിയ സൃഷ്ടിയായി. ഇനി എനിക്ക് സമാധാനത്തോടെ മരിക്കാം. ഞാൻ മരിച്ചാൽ നിത്യജീവനിലേക്ക് ഞാൻ പോകും. എൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടു. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപം മുഴുവൻ കഴുകപ്പെട്ടു. എനിക്ക് നല്ല ഉറപ്പ് കിട്ടി. അവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ അവൻ പിന്നെയുള്ള സമയങ്ങൾ കഴിച്ചു എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ചുരുക്കമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾ മുഴുവൻ കഴുകും. വീണ്ടും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം. വിശുദ്ധരായി തീരാം. കറകളെല്ലാം കഴുകപ്പെടാം. ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് നയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലോട് തൃക്കരം വയ്ക്കണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കൈകളിൽ നിന്ന് തിരുരക്തം ഓരോരുത്തരുടെ ശിരസിന്മേലും പതിയണമേ. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള കഴുകൽ എല്ലാവർക്കും ലഭിക്കണമേ. പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനുള്ള വാഞ്ച നൽകണമേ. കർത്താവേ, പുതിയ സന്തോഷാനുഭവത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഈ മക്കളെ നയിക്കണമേ. വചനം കേട്ട് എല്ലാവരെയും അവിടെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. വിശുദ്ധിയുടെ തലമുറയായി വളർന്നു വരുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.